കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്നതും എന്നാൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം രോഗനിർണയം നടത്താൻ പറ്റാതെ പോകുന്നതുമായിട്ടുള്ളൊരു എപ്പിലെപ്സിയാണ് ചൈൽഡ്ഹുഡ് ആബ്സൻസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഇത് സാധാരണ 4 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ ഈ കാണുന്നത് ചൈൽഡ്ഹുഡ് ആബ്സൻസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികൾ പലപ്പോഴും ടീച്ചർമാരായിരിക്കും പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മാർക്ക് വളരെ പുറകോട്ട് പോകുന്നു എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പ്രധാന ലക്ഷണമായിട്ട് പേരൻസ് പറയുന്നത്. അതുപോലെ ഇവരെ നോക്കുമ്പോൾ ഇവർ കുറച്ച് നേരം ശ്രദ്ധയില്ലാതിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തുടർന്ന് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് കണ്ണുകൾ വെട്ടുകയോ ചെറിയ മൂവ്മെന്റ്സ് ചെറുതായിട്ട് മുന്നോട്ടായോ പുറകോട്ടായോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഒരു ഫിറ്റ്സ് ആണെന്ന് പാരൻസോ ടീച്ചേഴ്സോ റെക്കഗ്നൈസ് ചെയ്യാതെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കൃത്യമായി രോഗനിർണയം നടത്തുകയും ചികിത്സ കൊടുക്കുകയും ചെയ്താൽ ഏറെക്കുറെ ഒരു വലിയ ശതമാനത്തോളം പേഷ്യൻസിനും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിറ്റ്സ് ആണ് ചൈൽഡ്ഹുഡ് ആബ്സൻസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലക്ഷണം കുട്ടികൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി അതൊരു എപ്പിലെപ്സി അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.